ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ചോറ്റാനിക്കരയിലാണ്. ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം വളരെ പ്രസിദ്ധമാണ്, എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മളുടെ ഈ വീട്ടിൽ നിന്നും ചോറ്റാനിക്കര ടെമ്പിളിലേക്കുള്ള ദൂരം വെറും 1 കിലോമീറ്റർ മാത്രമാണ്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കടക്കാം. വീടിൻ്റെ ഓൾറെഡി എലിവേഷൻ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കണ്ടതാണ്. അപ്പോൾ ഇതൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ടെമ്പിളിൽ നിന്നും റോഡിൽ നിന്നൊക്കെ ഏകദേശം 1 കിലോമീറ്റർ താഴെ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. ഈ ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിറയെ വില്ലകളാണ്. ഈ വില്ലകളിലേക്ക് വരുന്ന റോഡ് ടാർ റോഡ് തന്നെയാണ് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് വരുന്നത്. നല്ല നീറ്റായിട്ടുള്ള റോഡാണ്. അടുത്തടുത്തൊക്കെ ആയിട്ട് നിറയെ വില്ലകളുള്ള ഒരു ഏരിയയിൽ തന്നെയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്ന വീടും സ്ഥിതി ചെയ്യുന്നത്. വീടിൻ്റെ മതിൽ നിന്ന് നമുക്ക് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഡിസൈനോടൊക്കെ കൂടി GS സ്ക്വയർ ട്യൂബിൽ കുറച്ച് ഡിസൈനുകളൊക്കെ വെച്ചിട്ട് ഹാഫ് മതിലും ബാക്കിയുള്ള ഹാഫ് പോർഷനിലേക്ക് GS സ്ക്വയർ ട്യൂബിനെ കുറച്ച് വർക്കുകളൊക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ 2 പില്ലറുകൾ വന്നിട്ടാണെന്നുണ്ടെങ്കിലും നല്ല ഭംഗിയുള്ള 2 ഷോ ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് അഴികളോട് കൂടിയ ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് 2 സൈഡിലേക്കും കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്ത് നീക്കാവുന്ന രീതിയിലാണ് ഗേറ്റ് കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പം ഗേറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വെഹിക്കിളൊക്കെ ഇതിനകത്തേക്ക് കയറ്റാനുള്ള വിഡ്ത്ത് കറക്റ്റായിട്ട് മനസ്സിലാവും. വീടിനകത്തേക്ക് കയറി വരുന്ന സമയത്ത് പോർച്ചും അതിൻ്റെ സറൗണ്ടിങ് ഏരിയകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്ക് 2 കാറുകൾ വരെ പാർക്ക് ചെയ്യാവുന്ന സ്പേസാണ് ഈ ഒരു വീട്ടിൽ കൊടുത്തിരിക്കുന്നത്. ഇതിന് കാർ പോർച്ചിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തൽക്കാലം കാർ പോർച്ച് കവർ ചെയ്തിട്ടില്ല. അപ്പം അത് വീടെടുക്കാൻ വരുന്ന ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റിൻ്റെ കൺവീനിയൻസ് അനുസരിച്ച് അവർക്ക് എന്ത് മോഡലിൽ എങ്ങനെയുള്ള ഒരു കാർ പോർച്ചാണ് ഇവിടെ അത് റൂഫിങ് ചെയ്യേണ്ടത് എന്ന് അവരുടെ ഇൻട്രസ്റ്റും കൂടെ കണക്കിലെടുത്തിട്ട് മാത്രമാണ് നമുക്ക് ഇത് ചെയ്യാവുന്നത്. അപ്പോൾ തൽക്കാലം ഇത് കവർ ചെയ്തിട്ടില്ല. നമുക്ക് കവർ ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ വീടെടുക്കാനുള്ള കാര്യങ്ങളൊക്കെ തീരുമാനമായി കഴിയുമ്പോഴേക്കും നമുക്ക് ബിൽഡറുമായിട്ട് സംസാരിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്കത് ചെയ്തു തരുന്നതാണ്. കാർ പോർച്ചിൻ്റെ ഈ താഴെ വരുന്ന ഫ്ലോറിംഗ് എല്ലാം തന്നെ കടപ്പ സ്റ്റോൺസ് വിരിച്ചിട്ട് അതിനിടയിലെല്ലാം ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസാണ് ഈ ഒരു വീട്ടിൽ കൊടുത്തിരിക്കുന്നത്. വീട്ടിലേക്ക് നമ്മൾ കയറി കഴിയുന്ന സമയത്ത് റൈറ്റ് സൈഡിലായിട്ട് കുറച്ച് സ്പേസ് ഇങ്ങനെ വേക്കൻ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് ആ ഒരു ഭാഗത്തൂടെ നമ്മൾ നേരെ വരികയാണെന്നുണ്ടെങ്കിൽ വീടിൻ്റെ ബാക്ക് സൈഡിലേക്കാണ് നമുക്ക് പോകാൻ പറ്റുന്നത്. ഈ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഈ വീട് പണിതിരിക്കുന്ന ലാൻഡ് എന്ന് പറയുന്നത് 4.35 4.35 സെൻറ്റ് ലാൻഡിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡിലൂടെയൊക്കെ നിങ്ങൾക്ക് സ്പേസ് കണ്ട് അറിയാം. ആളുകൾക്ക് നല്ല രീതിയിൽ തന്നെ കടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ടാണ് അവർ വീട് ചെയ്തിരിക്കുന്നത്. പകുതിയോളം വരെ കടപ്പ സ്റ്റോൺസ് വിരിച്ചിട്ട് ബാക്കിയുള്ള പകുതി ഭാഗത്തേക്ക് വരുമ്പോൾ ബേബി മെറ്റലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ വീടിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്താണ് നമുക്ക് ഇവിടുത്തെ കിണർ കാണാൻ കഴിയുന്നത്. ഇവിടത്തേക്കുള്ള ഡ്രിങ്കിങ് വാട്ടറിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് കിണറാണ്. അത്യാവശ്യം നല്ല ആഴത്തിലുള്ളൊരു കിണർ തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ കിണറിൻ്റെ അടിവശത്തേക്ക് പോകുന്തോറും നിങ്ങൾക്ക് എത്രമാത്രം അത് ക്യാമറയിൽ വിസിബിൾ ആണെന്ന് എനിക്കറിയില്ല. ഇതിനടിയിലേക്ക് ഫുള്ള് ചെങ്കല്ലാണ്. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് ഭൂമിയിൽ നിന്നുള്ള വെള്ളമാണ് കിട്ടുന്നത്. മുകളിൽ കുറച്ച് ഭാഗം ഈ ഹൈറ്റിലേക്കുള്ള ഭാഗം മാത്രമാണ് സിമെൻറ്റ് റിങ് ഇട്ടിരിക്കുന്നത്. ബാക്കി ഫുള്ള് നമുക്ക് ഡയറക്റ്റ് എർത്തിൽ നിന്നുള്ള വാട്ടർ തന്നെയാണ് കിട്ടുന്നത്. ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ കിണറിൻ്റെ സൈഡിലോട്ട് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിലും ഇവിടെ നിന്നും ബാക്കിലേക്ക് കാണുന്ന പോർഷനും ആളുകൾക്ക് കടന്നു പോകാവുന്ന രീതിയിൽ സ്പേസ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. അവിടെയും പകുതി വരെ ബാക്കിയുള്ള പകുതി പോർഷനിലേക്ക് ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. ഈ വീടിന് ചുറ്റിനും നമുക്ക് ആളുകൾക്ക് നടന്ന് റൗണ്ട് ചെയ്ത് വരാവുന്ന രീതിയിൽ സ്പേസ് ഇട്ടിട്ട് വീടൊരു മിഡിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു 4.35 സെൻറ്റ് ലാൻഡിലാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. 4 ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് നല്ല സൗകര്യത്തിന് തന്നെയാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ എലവേഷനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല, നിങ്ങൾ ഓൾറെഡി വീഡിയോയിൽ കണ്ടതാണ്. അത്യാവശ്യം സിമെൻറ്റ് ഫിനിഷോട് കൂടി ടെക്സ്ചർ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. കുറച്ച് ബ്രിക്ക് മോഡലുള്ള ഡിസൈൻ ഒരു പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. ബാൽക്കണിയുടെ പോർഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് തന്നെയാണ് എലിവേഷൻ അവർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്.
മെയിനായിട്ടൊരു വൈറ്റ് കളറാണ് വീടിന് പെയിൻറ്റ് അവർ കൊടുത്തിരിക്കുന്നത്. വീടിന് ചുറ്റിനും ആവശ്യത്തിന് മാത്രമുള്ള LED ലൈറ്റുകളൊക്കെ ഇട്ട് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് എലിവേഷൻ അവർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഞാൻ കയറി നിൽക്കുന്നത് ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിലാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയൊരു സിറ്റ് ഔട്ട് തന്നെയാണ് വീടിന് കൊടുത്തിരിക്കുന്നത്. നമുക്ക് 2-3 ചെയറുകളൊക്കെ ഇടാനുള്ള സ്പേസാണ് അവരിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സിറ്റ് ഔട്ടിൻ്റെ മുകൾ ഭാഗത്തേക്കാണെന്നുണ്ടെങ്കിലും ഈ കാണുന്ന പോർഷനിലൊക്കെ ചെറിയ ചെറിയ LED ലൈറ്റുകളൊക്കെ ഇട്ടിട്ടാണ് അവർ ഭംഗിയാക്കിയിരിക്കുന്നത്. ഈ ഒരു സൈഡിലുള്ള പോർഷൻ വന്നിട്ടാണെന്നുണ്ടെങ്കിലും ഈ ഒരു വോളിൽ പകുതിയോളം പോർഷൻ വന്നിട്ട് അവരിങ്ങനെ ലാഡർ ഷേപ്പിൽ ചെറിയൊരു ഡിസൈനൊക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു ഫ്രണ്ട് പോർഷൻ വളരെ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നത് വീടിൻ്റെ മെയിൻ ഡോറാണ്. അപ്പോൾ ഡോറിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് നമുക്ക് ആദ്യം ഇവിടുത്തെ വുഡുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആഞ്ഞിലിയിലും പ്ലാവിലും ഒക്കെ ആയിട്ടാണ് ഇവിടുത്തെ വുഡുകളെല്ലാം തന്നെ അവർ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയോട് കൂടി തന്നെയാണ് ഈ ഒരു വീട് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് ഡോർ ചെയ്തിരിക്കുന്നത് ഒറ്റപ്പാളിയായിട്ടാണ്. അതിൻ്റെ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ്. ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്കാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഗസ്റ്റ് ലിവിങ് സ്പേസ് അവർ ചെയ്തിരിക്കുന്നത്. നേരെ വരുന്ന സമയത്ത് ഫ്ലോറിലേക്ക് നോക്കുകയാണെങ്കിൽ നീളത്തിലുള്ള വെട്രിഫൈഡ് ടൈലാണ് കൊടുത്തിരിക്കുന്നത്. വൈറ്റ് കളറിനകത്ത് ചെറിയൊരു ബ്രോക്കൺ ഗ്ലാസിൻ്റെ ഡിസൈനൊക്കെ വരുന്ന രീതിയിലുള്ള ഒരു ടൈലാണ് അവർ ഫ്ലോറിലൊക്കെ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നേരെ വരുമ്പോൾ തന്നെ നമുക്ക് TV യൂണിറ്റ് അത് വയ്ക്കാനുള്ള സ്പേസാണ് അവിടെ വിസിബിൾ ആയിട്ടുള്ളത്. TV ഇരിക്കാനുള്ള ആ ഒരു പോർഷൻ TV യൂണിറ്റിൻ്റെ ഏരിയ ഒക്കെ വന്നിട്ട് ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കളർ ഡിസൈനോട് കൂടിയിട്ടുള്ളൊരു ടെക്സ്ചർ വർക്കാണ് ഈ 2 വോളുകളിലായിട്ടും ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്താണെങ്കിൽ ചെറിയൊരു സ്പേസ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഭാഗത്താണ് TV വയ്ക്കാനുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിരിക്കുന്നത്. അതിനോട് അറ്റാച്ച് ചെയ്ത് തന്നെ ഈ ഭാഗത്ത് കുറച്ച് വുഡൻ വർക്ക്സ് ഒക്കെ വരുന്നുണ്ട്. നമുക്ക് ഡൈനിങ് ഹാളിലേക്കുള്ള എൻട്രൻസ് കൂടിയാണ് ഈ കാണുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് ഈ ഒരു നമ്മളുടെ ഫ്രണ്ടിലത്തെ ലിവിങ് ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു താഴത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരെ കയറി വരുന്ന സമയത്ത് ഈ ഗസ്റ്റ് ലിവിങ് ഏരിയയിൽ നിന്ന് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ബെഡ്റൂം കാണാവുന്നതാണ്. ബെഡ്റൂമിൻ്റെ ഡോറിൻ്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് വലിയ സ്പേസ് അല്ലാതെ ഒരു ചെറിയ ബെഡ്റൂമായിട്ടാണ് ഇവിടുത്തെ താഴത്തെ നിലയിലുള്ള ആദ്യത്തെ ബെഡ്റൂം നമുക്ക് കാണാൻ പറ്റുന്നത്. സാധാരണയിലും കവിഞ്ഞ് കുറച്ചും കൂടെ വലുപ്പത്തിലുള്ള വിൻഡോസാണ് ഇവിടെ എല്ലാം തന്നെ അവർ കൊടുത്തിരിക്കുന്നത്. 4 വിൻഡോസാണ് ഈ ഒരു കോർണർ ഭാഗത്തായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിലൂടെ തന്നെ നല്ല വെളിച്ചം നമുക്ക് അകത്തേക്ക് വരുന്നത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ റൂഫ് വന്നിട്ടാണെങ്കിൽ പ്ലെയിൻ ആയിട്ടാണ്, പ്രത്യേകിച്ച് ഡിസൈനോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. ഈ ഒരു ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഡിസൈനോട് കൂടിയ ഒരു ഡോറാണ് ബാത്റൂമിന് വേണ്ടിയിട്ട് അവർ കൊടുത്തിരിക്കുന്നത്. ബാത്റൂമിനകത്ത് ചെറിയൊരു ലൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് കുറച്ചൊരു ഡാർക്ക്നെസ് ഫീൽ ചെയ്യുന്നത്. ബാത്റൂമിനകത്തേക്ക് വരുന്ന സമയത്ത് ഒരു വൈറ്റ് ആൻഡ് ബ്രൗൺ കളറിലുള്ള ടൈലാണ് വോളിലും ഫ്ലോറിലും എല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ ബാത്റൂം ഫിറ്റിങ്സൊക്കെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ വീണ്ടും തിരിച്ച് ലിവിങ് സ്പേസിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്കിനി പോകാനുള്ളത് ഇവിടുത്തെ ഡൈനിങ് ഏരിയയിലേക്കാണ്. ഈ കാണുന്ന സ്പേസാണ് ഡൈനിങ് ഏരിയ. ഇതിൻ്റെ എൻട്രൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞു, കുറച്ചൊരു വുഡിൻ്റെ വർക്കൊക്കെ ചെയ്തിട്ടാണ് അവർ മനോഹരമാക്കിയിരിക്കുന്നത്. ഡൈനിങ്ങിനുള്ള സ്പേസും ഒരു ചെറിയ സ്പേസ് ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഫാമിലിയിലുള്ള 4-5 പേർക്ക് ഇരുന്ന് നമുക്ക് ഫുഡ് കഴിക്കാവുന്ന രീതിയിൽ, അത്രയും പേര് 5 പേരെ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡൈനിങ് ഏരിയയാണ് ഈ ഒരു വീടിന് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് വന്നിട്ടും സെയിം ആ ഒരു അളവിലുള്ള വിൻഡോസ് തന്നെയാണ് അവർ 2 പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഞാൻ നിൽക്കുന്നതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഭാഗത്താണ്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെപ്പ് നിങ്ങൾക്ക് കാണാം. അതിൻ്റെ താഴെയുള്ള പോർഷൻ വന്നിട്ടാണെന്നുണ്ടെങ്കിലും ഫുള്ള് കബോർഡുകളായിട്ട് അവർ ക്യാബിനുകളായിട്ടൊക്കെ തിരിച്ച് ഡോറൊക്കെ വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വാഷിംഗ് കൗണ്ടർ വരുന്നത്. സെറയുടെയാണ് വാഷ് ബേസിൻ അവർ ചെയ്തിരിക്കുന്നത്. വാഷിംഗ് കൗണ്ടർ ചെയ്തിരിക്കുന്ന ഭാഗത്തെല്ലാം ക്ലാഡിംഗ് സ്റ്റോൺസ് ഒക്കെ കൊടുത്തിട്ട് നല്ലൊരു മിററും കൊടുത്തിട്ടാണ് ഭംഗിയാക്കിയിരിക്കുന്നത്. വാഷ് ബേസിൻ ഇരിക്കുന്നതിന് താഴെയുള്ള ഭാഗവും അവർ കബോർഡുകളായിട്ട് കൺവേർട്ട് ചെയ്ത് ഡോർ വെച്ചിരിക്കുകയാണ്. നമുക്ക് ഈ ഡൈനിങ് സ്പേസിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ മുകളിലേക്ക് നോക്കും. നിങ്ങൾ ഗസ്റ്റ് ലിവിങ് ഏരിയയുടെ റൂഫ് ശ്രദ്ധിച്ച് കാണും. ഞാൻ ജസ്റ്റ് അതൊന്ന് പറയാൻ വിട്ടുപോയതാണെങ്കിൽ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് ഗസ്റ്റ് ലിവിങ് ഏരിയയുടെ മുകളിൽ അവർ കൊടുത്തിരിക്കുന്നത്. ഒരു യെല്ലോ കളറിലെ പെയിൻറ്റും കുറച്ചൊരു ചെറിയ ഡിസൈനും LED ലൈറ്റുകളൊക്കെ ഇട്ടിട്ടാണ് ഭംഗിയാക്കിയിരിക്കുന്നത്. സെയിം ടൈം നമ്മൾ ഈ ഡൈനിങ് ഏരിയയിലേക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഏറ്റവും ടോപ്പ് എൻഡാണ് ഇവിടെ നിൽക്കുമ്പോൾ വിസിബിൾ ആയിട്ടുള്ളത്.
അപ്പോൾ നമ്മളങ്ങനെ ഇവിടുത്തെ ഡൈനിങ് സ്പേസ് കണ്ടു, ഗസ്റ്റ് ലിവിങ് സ്പേസ് കണ്ടു, ഒരു ബെഡ്റൂം കണ്ടു. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിരുന്നു ഈ വീട്ടിൽ 2 ബെഡ്റൂമുകളാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് സെക്കൻഡ് ബെഡ്റൂം എങ്ങനെയാണെന്ന് നോക്കാം. ഡോറിൻ്റെ പാറ്റേൺ ഒക്കെ തന്നെ സെയിം ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ആദ്യം കണ്ട ബെഡ്റൂം ഒരു പൊടിക്ക് ചെറുതായിട്ടാണ് ചെയ്തിരുന്നത്. പക്ഷേ ഈ ഒരു ബെഡ്റൂം വളരെ സ്പേഷ്യസ് ആയിട്ട് നല്ല വലിയൊരു ബെഡ്റൂം ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ 2 ഭാഗത്തായിട്ടാണ് വിൻഡോസ് ചെയ്തിരിക്കുന്നത്. അവിടെ 3 വിൻഡോസും ഇവിടെ ഒരു സിംഗിൾ വിൻഡോയുമാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ റൂഫിലൊന്നും ഒരുപാട് വർക്കുകളൊന്നും ചെയ്ത് വൃത്തികേടാക്കാതെ പ്ലെയിൻ ആയിട്ടാണ് റൂഫ് അവർ ഇട്ടിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെയും നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനർ ഡോറാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബാത്റൂമിലേക്ക് നമ്മൾ നോക്കുമ്പോൾ വോൾ ടൈലും ഫ്ലോർ ടൈലും ഒക്കെ ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കളറാണ് ടൈലിന് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ താഴെയുള്ള 2 ബെഡ്റൂമുകൾ കണ്ടു കഴിഞ്ഞു. വീണ്ടും നമ്മൾ ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് കാണേണ്ടത് ഇവിടുത്തെ കിച്ചൺ ആണ്. മുകളിലേക്ക് പോകുന്ന സ്റ്റെപ്പാണ് ഈ കാണുന്നത്. ഈ ഒരു പാസേജിലൂടെ നമ്മൾ വരുമ്പോൾ ഈ ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ കിച്ചൺ വരുന്നത്. ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ എൻട്രൻസിലൊക്കെ വന്നിട്ട് കുറച്ച് വുഡിൻ്റെ വർക്കുകളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. കുറച്ച് ലൈറ്റ് ഫിറ്റിങ്സ് കൂടി അവിടെ കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ചെറിയ ചെറിയ വർക്കുകൾ മാത്രമാണ് ഇനി ഫിനിഷിങ്ങിനായിട്ടുള്ളത്. കിച്ചണിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഫ്ലോർ ടൈല് കുറച്ച് ഗ്രിപ്പായിട്ടുള്ള ഒരു വുഡൻ ടൈലാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചണിലെ സറൗണ്ടിങ്സ് ഒക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഫുള്ളായിട്ടൊരു ഗ്രേ ആൻഡ് വൈറ്റ് കളറിലെ കോമ്പിനേഷനാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. കിച്ചൺ സ്ലാബ് വന്നിട്ട് ബ്ലാക്കും സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ വന്നിട്ട് വൈറ്റിലൊരു ചെറിയ ഡിസൈനുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണിലേക്ക് വേണ്ടിയിട്ട് ഈ 2 ഭാഗത്തായിട്ടാണ് എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് വിൻഡോസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിന് തൊട്ട് താഴെ തന്നെയായിട്ടാണ് സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കിച്ചണിൻ്റെ ടോപ്പ് വന്നിട്ടാണെങ്കിലും പ്ലെയിൻ ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കിച്ചണിൽ നിന്ന് നമുക്ക് ഇറങ്ങുന്ന ഒരു ഡോറ് ഈ ഒരു ഭാഗത്തായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ വർക്ക് ഏരിയ സ്പേസ് ആണ്. ഒരു ചെറിയ വർക്ക് ഏരിയ ആയിട്ടാണ് കിച്ചണിൽ അവർ ചെയ്തിരിക്കുന്നത്. വർക്ക് ഏരിയയ്ക്ക് അകത്താണെന്നുണ്ടെങ്കിലും ഫ്ലോർ വന്നിട്ട് ചെറിയൊരു ചേഞ്ച് വരുന്നുണ്ട്. വേറെ ടൈപ്പ് ഓഫ് ഒരു ടൈലാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. വർക്ക് ഏരിയ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ അവർ ലഭ്യമാക്കിയിട്ടുണ്ട്. വർക്ക് ഏരിയയിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗത്തൊക്കെ നല്ല സ്പേസ് ഉണ്ട്. നമുക്ക് ചെടികളൊക്കെ നടണമെന്നുണ്ടെങ്കിലും എന്തെങ്കിലും പച്ചക്കറികളൊക്കെ നടണമെങ്കിലും ധാരാളം സ്പേസ് ഉണ്ട്. നമുക്ക് ചില വീടുകൾ അറിയാം, നമ്മൾ കൺജസ്റ്റഡ് ആയിരിക്കും. നമ്മൾ ഈ ഒരു വർക്ക് ഏരിയ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒട്ടും സ്പേസ് ഉണ്ടാവില്ല. അതിൽ നിന്നൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ട് നല്ല സ്പേസ് ഈ വീടിന് ചുറ്റിനും പുറത്തുമൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലേക്ക് വരുന്ന സമയത്ത് ഒരു വുഡൻ ടൈലാണ് സ്റ്റെപ്പുകളിലെല്ലാം തന്നെ അവർ ഇട്ടിരിക്കുന്നത്. ഹാൻഡ് റെയിൽസ് ഒക്കെ വന്നിട്ട് വുഡൻ ഫ്രെയിമിലും താഴെയെല്ലാം വന്നിട്ട് അയൺ ബാറുകളിട്ടാണ് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു നമ്മൾ സ്റ്റെപ്പ് കയറി വരുന്ന ഏരിയ എല്ലാം തന്നെ കവർ ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നേരെ നമ്മൾ മുകളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു വലിയ ഹാള് കാണാം. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഹാളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമ്മൾ സ്റ്റെപ്പ് കയറി വന്ന ഉടനെ തന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ടും കുറച്ച് വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഈ ഒരു ഡോർ നിങ്ങൾക്ക് കാണാം, നമ്മുടെ ബാൽക്കണി സ്പേസ് ആണ്. ആ ഡോറിനോട് ചേർന്നും കുറച്ച് വിൻഡോസൊക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ഹാളിലേക്ക് നമുക്ക് നല്ല രീതിയിൽ തന്നെ വെളിച്ചവും കാറ്റും ഒക്കെ തന്നെ കടന്നു വരാനുള്ള ഫെസിലിറ്റിയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എടുത്തു പറയേണ്ടത്, നിങ്ങൾക്കറിയാം നമ്മളുടെ ഇപ്പം എല്ലാ വീടുകളും തന്നെ പണിയുമ്പോൾ ഉപയോഗിക്കുന്ന മെറ്റീരിയലൊക്കെ പലതിനും പല ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ ഇട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ഒരു ബിൽഡർ പറഞ്ഞതനുസരിച്ചിട്ട് അദ്ദേഹം നല്ല ക്വാളിറ്റിയുള്ള വയറിംഗ് ആണെന്നുണ്ടെങ്കിലും കേബിളുകളും എല്ലാം തന്നെ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ മാത്രം യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. വേറൊരു കാര്യം എടുത്തു പറയേണ്ടത്, നമുക്ക് പണ്ടൊക്കെ വീടുകൾ പണിയുന്ന സമയത്ത് ഇഷ്ടികയിലും ചെങ്കല്ലിലും ഒക്കെ ആയിട്ടാണ് നമ്മൾ വീടുകൾ ചെയ്യാറുള്ളത്. ഈ ഒരു വീട് വന്നിട്ട് ചെങ്കല്ലിലാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആണ്. അപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വന്നു. ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടുത്തെ ഒരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. താഴെ നമ്മൾ 2 ബെഡ്റൂമാണ് കണ്ടത്, മുകളിൽ 2 ബെഡ്റൂമുകളാണ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമുകളെല്ലാം ഡോർ പാറ്റേൺ സെയിം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതും അത്യാവശ്യത്തിന് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വലിയ ബെഡ്റൂമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് 3 വിൻഡോസ് വരുന്നുണ്ട്. ഇവിടെ ഒരു സിംഗിൾ വിൻഡോയും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഡോറ് വന്നിട്ട് താഴത്തെ പോലെ തന്നെ അത്യാവശ്യം നല്ല ഡിസൈനോട് കൂടിയൊരു ഡോറാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്താണെന്നുണ്ടെങ്കിലും ഒരു വൈറ്റ് ആൻഡ് ഗ്രേ കളറിലുള്ള ടൈലാണ് ബാത്റൂമിനകത്ത് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ഒരു ലാൻഡ് അളവിലാണ്. ആദ്യമേ ഞാൻ പറഞ്ഞിരുന്നു 4.35 4.35 സെൻറ്റ് ലാൻഡ് അളവിലാണ് ഈ കാണുന്ന ഒരു വീട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്പേഷ്യസ് ആണ്. ഇതിന് ചുറ്റിനും ഞാൻ ഓൾറെഡി പറഞ്ഞു, വീടിൻ്റെ താഴെയൊക്കെ നമുക്ക് നടക്കാനുള്ള സ്പേസ് ഉണ്ട്. ഈ ബാക്കിയുള്ള ഏരിയകളിലും ഹാളിലും ഒക്കെ നല്ല സ്പേസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്.
നമ്മൾ ആ ഒരു ബെഡ്റൂം കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടുത്തെ മെയിൻ ഹാളിൻ്റെ ആ ഒരു പോർഷനൊക്കെ നിങ്ങൾക്ക് കാണാം. ഈ ഒരു ഭാഗത്ത് നമ്മളുടെ കൺവീനിയൻസ് അനുസരിച്ച് നമുക്ക് എവിടെ വേണമെങ്കിലും അപ്പർ യൂട്ടിലിറ്റി ഏരിയ ആയിട്ട് ചെയ്യാവുന്നതാണ്. കാരണം ഇതിൻ്റെ പവർ പ്ലഗും കാര്യങ്ങളൊക്കെ അവർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തുണ്ട്. ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു TV യൂണിറ്റ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. കുറേ കാര്യങ്ങളൊക്കെ ഈ വീട്ടിൽ അദ്ദേഹം ക്ലയൻറ്റിൻ്റെ ചോയ്സിന് വേണ്ടിയിട്ട് വിട്ടിരിക്കുകയാണ്. ഒരു കസ്റ്റമർ ഒരു വീട് എടുക്കാൻ വരുന്ന സമയത്ത് അവർക്ക് കുറച്ച് താല്പര്യങ്ങളുണ്ടാവും. വാർഡ്രോബ് എങ്ങനെയാണ് വേണ്ടത്, അതുപോലെ തന്നെ നമ്മളുടെ കാർ പാർക്കിങ്ങിൻ്റെ കവേർഡ് പോർഷൻ്റെ മെറ്റീരിയൽ എന്താണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അദ്ദേഹം സത്യം പറഞ്ഞാൽ ഒരു കസ്റ്റമറുടെ ചോയ്സിന് വേണ്ടിയിട്ട് വിട്ടിരിക്കുകയാണ്. അവർ വന്നു കഴിഞ്ഞിട്ട് അവർക്ക് ഏതൊക്കെ രീതിയിൽ വേണമോ ആ രീതിയിലൊക്കെ ചെയ്തു തരാനും അദ്ദേഹം തയ്യാറാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് അപ്പർ ഗസ്റ്റ് ലിവിംഗ് ഏരിയ TV യൂണിറ്റൊക്കെ വെക്കാനുള്ള ഏരിയ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഭാഗത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ബെഡ്റൂം അവർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ആൻഡ് 4th ബെഡ്റൂം. നമ്മൾ താഴെ കണ്ട ബെഡ്റൂം പോലെ ഒരു ചെറിയ ബെഡ്റൂമായിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് കോർണറിലായിട്ടാണ് 4 വിൻഡോസ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല വെളിച്ചം ഇവിടെ നിന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെയും ഡോറിൻ്റെ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ്. ഇവിടുത്തെ 4 ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ താഴെ കണ്ടതുപോലെ തന്നെ ഒരു ബ്രൗൺ ആൻഡ് വൈറ്റ് കളറിലുള്ള ടൈലാണ് വോളിലും ഫ്ലോറിലും എല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ 4 ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ തിരിച്ചു വന്നിരിക്കുന്നത് ഇവിടുത്തെ ഒരു ഹാളിലേക്കാണ്. ഹാളിൽ നിന്നുള്ള ഡോറ് ഓപ്പൺ ചെയ്യുന്നത് ഇവിടുത്തെ ബാൽക്കണി സ്പേസിലേക്കാണ്. ഈ ഭാഗത്ത് 2 വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഓൾറെഡി പറഞ്ഞിരുന്നു. നമ്മൾ നേരെ വന്ന് നിൽക്കുന്നത് ബാൽക്കണിയിലേക്കാണ്. ബാൽക്കണി വന്നിട്ടും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഹാൻഡ് റെയിൽസ് എല്ലാം വന്നിട്ട് തന്നെ GS സ്ക്വയർ ട്യൂബിൽ നല്ല ഭംഗിയായിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബാൽക്കണി പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് യൂട്ടിലിറ്റി സ്പേസിലേക്ക് പോകാനുള്ള ഒരു പാസേജ് കൂടി ഉണ്ട്. അത് നമുക്ക് യൂട്ടിലിറ്റി സ്പേസ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം യൂട്ടിലിറ്റി സ്പേസിൻ്റെ ഒരു പോർഷനാണ് ആ കാണുന്നത്. ഇവിടുത്തെ ഈ ഒരു ബാൽക്കണിയുടെ മുകൾ ഭാഗത്തൊക്കെ വന്നിട്ടാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെറിയ LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടാണ് അതിൻ്റെ ആ ഒരു ഫ്രണ്ടിലേക്ക് കവർ ചെയ്ത് നിൽക്കുന്ന ഏരിയ എല്ലാം തന്നെ അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ഈ ഒരു വീടിൻ്റെ മെയിനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് കാണാനുള്ളത് ഇവിടുത്തെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ വയ്ക്കാനുള്ള യൂട്ടിലിറ്റി സ്പേസ് ആണ്. നമ്മൾ ഈ ഹാളിൽ നിന്നും ഈ ഒരു ഭാഗത്തൂടെ നടന്ന് ഇവിടെ എത്തുമ്പോൾ ഇവിടെ ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട്. അതാണ് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള എൻട്രൻസ്. അതിൻ്റെ താഴെ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഡിസൈനർ ആയിട്ടുള്ള ടൈലുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. മുകളിലാണെന്നുണ്ടെങ്കിൽ പോളികാർബൺ ഷീറ്റ് വെച്ചിട്ട് കംപ്ലീറ്റ്ലി റൂഫിംഗ് കവർ ചെയ്തിരിക്കുകയാണ്. സൈഡിലൊക്കെ ചെറിയ സ്പേസുകളൊക്കെ ഇട്ടിട്ട് അയൺ ബാറുകളൊക്കെ വെച്ചിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഫെസിലിറ്റിയൊക്കെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് നടന്നും ബാൽക്കണിയിലേക്ക് പോകാം. അതാണ് ഞാൻ നേരത്തെ ഒരു കണക്ഷൻ്റെ കാര്യം പറഞ്ഞത്. ഈ ഒരു യൂട്ടിലിറ്റി സ്പേസിൽ നിന്ന് നമുക്ക് നടന്ന് ഇതുവഴി വരികയാണെന്നുണ്ടെങ്കിലും ഇവിടുത്തെ ബാൽക്കണിയിലേക്ക് വരാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാൽക്കണിയുടെ ഡോറ് വരുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വീടിൻ്റെ എല്ലാ കാര്യങ്ങളും തന്നെ കണ്ടു കഴിഞ്ഞു. ഇവിടെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മുകളിൽ നിൽക്കുമ്പോൾ കുറച്ചും കൂടെ വിസിബിൾ ആണ്. ചുറ്റിനും വീടുകളൊക്കെ കാണാം. പക്ക റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഞാനിതിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെ ചെങ്കല്ലൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വീട് പണിതിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്നും ചോറ്റാനിക്കര ടെമ്പിളിലേക്ക് 1 കിലോമീറ്ററിൽ താഴെ മാത്രമാണ് ദൂരം വരുന്നത്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. 4.35 സെൻറ്റ് ലാൻഡിലാണ് ഈ കാണുന്ന വീട് പണിതിരിക്കുന്നത്. 4.35 സെൻറ്റാണ് ഈ കാണുന്ന വീടിൻ്റെ ലാൻഡ് വരുന്നത്. 1835 ഈ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത്. 1835 ആണ് ഈ കാണുന്ന വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത്. ഈ വീടിന് 4 ബെഡ്റൂമുകളാണ് കൊടുത്തിരിക്കുന്നത്. 4ഉം ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീട്ടിൽ 2 വെഹിക്കിളുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടുത്തെ വാട്ടറിനുള്ള സോഴ്സ് എന്ന് പറയുന്നത് കിണർ വെള്ളമാണ്. അപ്പോൾ എല്ലാ ഫെസിലിറ്റികളോടും കൂടി നല്ലൊരു സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ വീടിന് ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് 75 ലക്ഷം രൂപയാണ്. 75 lakhs ആണ് ഈ വീടിന് ഉദ്ദേശിക്കുന്ന റേറ്റ്. അത് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഈ ഭംഗിയുള്ള വീട് സ്വന്തമാക്കാനും ഇതൊന്ന് കാണാനും ഒക്കെ ആഗ്രഹമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. അടുത്തൊരു മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.